നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെലേക്ക് സ്വാഗതം. എയ്റോസ്പേസ് പ്രതിരോധ മേഖലയിൽ പുതിയ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യ. എയ്റോസ്പേസ് പ്രതിരോധ മേഖലയിലെ തന്ത്രപരമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു വേദി എന്ന നിലയിൽ എയ്റോ ഇന്ത്യ 2025 പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂഡൽഹിയിൽ നടന്ന ഒരു പ്രീ ഇവന്റ് റൗണ്ട് ടേബിളിൽ സംസാരിക്കവേ സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ സമകാലിക സുരക്ഷാ വെല്ലുവിളികൾക്ക് മറുപടി നൽകുന്നതിനും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ പരസ്പര അഭിവൃദ്ധി വളർത്തുന്നതിനും സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കാൻ രാജ്യങ്ങൾക്കിടയിൽ കൂട്ടായ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം സിംഗ് ഊന്നിപ്പറഞ്ഞു. അത്തരം സഹകരണമില്ലെങ്കിൽ ഭാവി തലമുറകൾക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ പുരോഗതി നഷ്ടപ്പെടുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നതാണ്. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങൾ രൂപപ്പെടുന്നതിനും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും സാങ്കേതിക കൈമാറ്റം സുഗമമാക്കുന്നതിനും എയ്റോ ഇന്ത്യ ഒരു സുപ്രധാന സംരംഭമായി അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രതിരോധ മേഖലയിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന തന്ത്രപരമായ സഖ്യങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. തന്ത്രപരമായ പ്രതിരോധത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന എയ്റോസ്പേസ് ശക്തിയെ സൈനിക ആധിപത്യത്തിൻ്റെ പുതിയ അതിർത്തി എന്നാണ് സിംഗ് വിശേഷിപ്പിച്ചത്. ആധുനിക സൈനിക തന്ത്രങ്ങളിൽ കൃത്രിമ ബുദ്ധിയുടെയും മെഷീൻ ലേണിംഗിൻ്റെയും വർദ്ധിച്ചു വരുന്ന സംയോജനത്തിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏഷ്യയിലെ പ്രതിരോധ വ്യവസായ കേന്ദ്രമായ ഇന്ത്യയുടെ വളർന്നു വരുന്ന നിലവാരത്തെക്കുറിച്ചും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം, എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായുള്ള പങ്കാളിത്തം പോലുള്ള സഹകരണങ്ങൾ, C-295 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ നിർമ്മിക്കുന്നത് പോലുള്ള സഹകരണങ്ങളുടെ കാര്യവും മന്ത്രി എടുത്തു പറഞ്ഞു. ഫെബ്രുവരി 10 മുതൽ 14 വരെ എയ്റോ ഇന്ത്യ 2025 നടക്കും. പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവ്, CEO-മാരുടെ വട്ടമേശ ചർച്ചകൾ, എയർ ഷോകൾ, പ്രദർശനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ്. ഇന്ത്യൻ വിദേശ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1 ബില്യൺ അവസരങ്ങളിലേക്കുള്ള റൺവേ എന്നതാണ് ഈ പതിപ്പിൻ്റെ പ്രമേയം. അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും എയ്റോസ്പേസ് സാങ്കേതിക വിദ്യയിലെ നവീകരണത്തിലൂടെയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ രാജ്നാഥ് സിംഗിൻ്റെ പരാമർശങ്ങൾ അടിവരയിട്ട് എടുത്തു കാണിക്കുന്നു. എന്തായാലും മറ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം, ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് കൽപ്പിക്കുന്ന ആ ഒരു വില അതെത്രമാത്രമാണെന്ന് ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. വരും കാലങ്ങളിൽ ആ ബന്ധങ്ങൾ എത്രമാത്രം പരസ്പരം സഹായകമാകുമെന്നതും ഈ ഒരു വാർത്തയിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.